കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിച്ചുകൊണ്ട് കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ എന്ന് പറഞ്ഞുകൂടാ, ഒരു വീഡിയോ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമ എന്ന് പറയണമെങ്കിൽ വേറെ അനേകം യോഗ്യത വേണം. ഒരു കല്യാണ വീഡിയോ എടുക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്തവരാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്താണ് കേരള സ്റ്റോറി എന്ന പേരിൽ ഇവർ പടച്ചു വച്ചിരിക്കുന്ന കാര്യം? കേരളം എന്നത് ഇന്ത്യയിൽ ഏറ്റവും ജീവിക്കാൻ കൊള്ളാത്തൊരു പ്രദേശം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ്. ഡൽഹിയിൽ ഇവരുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായി. അതിനകത്ത് ഹാജരാക്കപ്പെട്ട മുഴുവൻ ആളുകളും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പെൺകുട്ടികളായിരുന്നു. ലവ് ജിഹാദ് നടത്തിയ തെളിവുകൾ അവർ ഹാജരാക്കിയപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെപ്പോലും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതും അവിടെ നിൽക്കട്ടെ. മലയാളിയുടെ സ്റ്റോറി പറയാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത്? മലയാളികളെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്? ഈ ചോദ്യം കേരളീയരായ മുഴുവൻ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് റിയൽ കേരള സ്റ്റോറി? കേരളത്തിലെ മനുഷ്യരുടെ ജീവിതം എന്തെന്ന് പറയാൻ യോഗ്യതയുള്ളവർ നമ്മളാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യൻ്റെ പോലും ജീവിത പ്രശ്നങ്ങളിൽ ചെന്ന് തൊടാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെമ്പാടുമുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നത് കേരളത്തിൽ സാധാരണ നിലയ്ക്കും മറ്റൊരു സംസ്ഥാനത്തിലും പരിഗണിക്കപ്പെടാത്ത മനുഷ്യരുടെ പോലും ജീവിതങ്ങളെ കൂടുതൽ ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി തീർത്തിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള കേരളത്തെയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുറേ പേർ കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. നോർത്ത് ഇന്ത്യൻ സ്റ്റോറി നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടതാണ്. കോവിഡ് വന്ന സമയം നിങ്ങൾ നോക്കിക്കോളൂ. കിലോമീറ്ററുകളോളം നടന്നലഞ്ഞ് വഴി കുഴഞ്ഞു വീണ് മരിച്ച മനുഷ്യർ, ഗംഗയിൽ ഒഴുകി നടന്ന എണ്ണമറ്റ ശവങ്ങൾ, ഇതെല്ലാമായിരുന്നു കോവിഡ് കാലത്തെ നോർത്ത് ഇന്ത്യയിലെ ചിത്രം. കേരളത്തിലെ ചിത്രം എന്തായിരുന്നു? ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് മരണപ്പെട്ട ഒരൊറ്റ കേസെങ്കിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ? ഒരു മനുഷ്യനെങ്കിലും കേരളത്തിൽ ജീവവായുവില്ലാതെ മരണപ്പെട്ടോ? ഇല്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും മാത്രമല്ല, നിങ്ങൾക്ക് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് ഓർമ്മയുണ്ടാവും. ഇന്നാട്ടിലെ പക്ഷികൾക്ക് വരെ വെള്ളം കൊടുക്കുന്നതിനെപ്പറ്റി കേരളത്തിലെ മനുഷ്യർക്ക് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. അത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് കോവിഡിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത്. അങ്ങനെ ഒരു പ്രവർത്തനം നടത്താനുള്ള ഇച്ഛാശക്തിയോ സംവിധാനമോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾക്കെല്ലാം ശേഷം അവിടെ നടന്നത് ഡിസാസ്റ്റർ ടൂറിസമാണ്. എന്ന് വെച്ചാൽ അപകടം നടന്ന് ദയനീയമായി കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് കാഴ്ചക്കാരായി പുറത്തുനിന്ന് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകളാണ് പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നടന്നത്. കേരളത്തിൽ നടന്നതോ? കേരളത്തിൽ ഇന്ന് ജനങ്ങൾ പോയി കാണുന്നുണ്ട്. അതെന്താണ്? അത് വയനാട് ടൗൺഷിപ്പാണ്. അതായത് ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ തറക്കല്ലല്ല കല്ലിനു മുകളിൽ കല്ലിട്ട് മന്ത്രി പറഞ്ഞതുപോലെ കെട്ടിപ്പൊക്കിയ ഈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീടുകൾ, അങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ടൗൺഷിപ്പ് ഇന്ന് ജനങ്ങൾ പോയി കാണുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ദുരന്തത്തിന് മുന്നിൽ കേരളത്തിലെ സർക്കാർ പകച്ചു നിന്നോ? അത് സർക്കാർ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ അപ്പോൾ ഒന്നിച്ചു നിൽക്കും. ജാതിയും മതവും വർണ്ണവും വർഗവും എല്ലാം ആ നിമിഷത്തിൽ മലയാളി മറക്കും. അത് നമ്മുടെ ഒരു ശീലമാണ്. പ്രളയം വരുമ്പോൾ, കോവിഡ് വരുമ്പോൾ, വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ മലയാളി മറ്റെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനാവും. സമീപ ദിവസങ്ങളിലാണ് ഒറ്റപ്പാലത്തിനടുത്ത് ഒരു ബസ്സിനടിയിൽ തീപിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ട നോർത്ത് ഇന്ത്യയിലെയും വിദേശത്തെയും ആളുകൾ വരെ ഞെട്ടിത്തരിച്ചുകൊണ്ട് താഴെ കമൻ്റ് ഇടുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് 30 സെക്കൻഡിനകം ബസ്സിനടിയിൽ നിന്ന് പൊങ്ങുന്ന തീ വിദഗ്ധരായ അഗ്നിശമന സേനാംഗങ്ങളെ പോലെ കെടുത്തിക്കളയുന്ന സാധാരണ മനുഷ്യർ. അത് കേരളത്തിൻ്റെ ചിത്രമാണ്. ഒരപകടം വന്നാൽ മറ്റെല്ലാം മാറ്റിവെച്ച് പുറത്തിറങ്ങുക എന്നതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. എന്നാൽ എന്താണ് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി? നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്ന അപകടങ്ങൾക്ക് മുന്നിൽ ജനങ്ങളാകട്ടെ ഗവൺമെൻറ് ആകട്ടെ ആ നിലയ്ക്ക് പ്രതികരിക്കുന്നത് നമുക്ക് കാണാനാവുമോ? അത് ജനങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ, മറിച്ച് അതിനർഹമായ നിലയ്ക്ക് ജനങ്ങളെ മാറ്റാനുള്ള വിദ്യാഭ്യാസ പ്രക്രിയയോ ആ നിലയ്ക്കുള്ള ഒരു പൗരബോധത്തിലേക്ക് ഉണരാവുന്ന അന്തരീക്ഷമോ ഇന്നും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും സംജാതമായിട്ടില്ല. അങ്ങനെ ആവാൻ ഒരിക്കലും ഇവരാരും അനുവദിച്ചിട്ടുമില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണ് റിയൽ കേരള സ്റ്റോറി? നോമ്പുകാലം നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ നോമ്പുതുറ നടക്കുന്നത് കേരളത്തിൽ മുസ്ലിം പള്ളികളിൽ മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു വീടുകളിൽ ഒക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന മുസ്ലിങ്ങളെ കാണാം. എത്രയോ പള്ളികൾക്കകത്ത് ആ നാട്ടിലെ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് കാണാം. എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും മോര് കലക്കിയ വെള്ളം കൊടുക്കുന്നത് പള്ളി കമ്മിറ്റിയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉടനീളമുള്ള ചിത്രങ്ങളുണ്ട്. എന്നാൽ
ഇത്തരത്തിലൊരു ചിത്രം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രതീക്ഷിക്കാനെങ്കിലും കഴിയുമോ? നിങ്ങൾ അതേസമയം നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കൂ. ഹിന്ദുക്കളുടെ എന്തെങ്കിലും ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ടാർപോളിനിട്ട് മറച്ചു വെക്കുക എന്നതാണ് അവർ ചെയ്യുക. അല്ലെങ്കിൽ അവിടേക്ക് കല്ലെടുത്തെറിയപ്പെടും, ആ പള്ളി ആക്രമിക്കപ്പെടും എന്ന് അവർക്ക് പേടിയുണ്ട്, അവർക്കതറിയാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് ഈ സാർവജനിക ഘോഷയാത്രയായി നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഘോഷയാത്രകളുടെ എല്ലാം ചിത്രം. മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളി ഉയർത്തുക തുടങ്ങിയ പരിപാടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ചിത്രമുണ്ടോ? കേരളത്തിൽ ഹിന്ദുക്കൾ റാലി നടത്തിയാൽ ആ റാലിക്ക് ശേഷമുള്ള ചിലപ്പോൾ എന്തെങ്കിലും ചപ്പുചവറുകൾ കിടക്കുന്ന റോഡ് വൃത്തിയാക്കുന്നത് ആ നാട്ടിലെ മുസ്ലിങ്ങളായിരിക്കും. ഈ നബിദിന ഘോഷയാത്ര കഴിയുമ്പോൾ ആ നബിദിന ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് നൽകുന്ന ഭക്ഷണം ആ സമീപത്തുള്ള എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിലും എത്തും. പെരുന്നാളിൻ്റെ ഭക്ഷണം എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിലെത്തും. ഓണത്തിൻ്റെ ഭക്ഷണത്തിൽ എല്ലാ മുസ്ലിങ്ങളും പങ്കാളികളാകും. ഈ നാടിൻ്റെ പേരാണ് കേരളം. റിയൽ കേരള സ്റ്റോറി എന്നത് ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പോലുമാകാത്തതാണ്. ഒരു കുഞ്ഞിന് അപകടം സംഭവിച്ചാൽ കേരളം എങ്ങനെയാണ് അതിനെ കാണുക? നമുക്കറിയാം. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലെത്തിക്കാൻ, ആ കുഞ്ഞിനെ ഹൃദയം മാറ്റിവെക്കാൻ മലയാളികൾ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വ്യക്തി വിദേശത്ത് പോയി ഒരു കേസിൽ കുടുങ്ങിയാൽ രക്ഷിക്കാനായി മലയാളി ഒന്നടങ്കം രംഗത്ത് വരുന്നത് അവരുടെ മതം നോക്കിയാണോ? അല്ലെന്നതിന് നമുക്ക് ചിത്രമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതനേതാവ് ഇടപെട്ടത് ഒരു മുസ്ലിമിന് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവായ സ്ത്രീക്ക് വേണ്ടിയാണ്. ഇതൊക്കെയാണ് കേരള സ്റ്റോറി. എന്നാൽ അതേസമയം നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്താണ്? നിങ്ങൾക്ക് ആ ചിത്രം വളരെ വ്യക്തമാണ്. റോഡിൽ നിന്ന് പശുവിനെ കൊന്നു എന്ന പേരിൽ ഗോഹത്യ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് റോട്ടിലിട്ട് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന രാജ്യമാണ് ഇന്നും ഇന്ത്യ. ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അഖ്ലാഖിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊന്ന നാടാണ് ഇന്ത്യ. എത്രയോ വലിയ ബുദ്ധിജീവികളെ ആക്രമിച്ച് RSS കൊലപ്പെടുത്തുന്ന ഒരു ഇന്ത്യ നോർത്തിലുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു നാട് കാണിക്കാനാവുമോ? കേരളത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ BJPക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇത്തരത്തിൽ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് പോലും അറിയാത്തവരോ അഥവാ അറിഞ്ഞാലും പറയാൻ മനസ്സില്ലാത്തവരോ ആണ് കേരള സ്റ്റോറി പിടിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ക്രൂരമായ ദുരന്തം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മൈ ഫ്രണ്ട് വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ട്രംപ് വരുന്ന വഴിയിൽ ഇരുവശത്തുമുണ്ടായിരുന്ന ചേരികൾ ട്രംപ് കാണാതിരിക്കാൻ വേണ്ടി വലിയ മതിൽ കെട്ടി മറച്ചിരുന്നു. വലിയ ചേരികൾക്കകത്തും പുഴുക്കളെപ്പോലെ മനുഷ്യർ കിടക്കുന്നത് ട്രംപ് കണ്ടാൽ അത് മൈ ഫ്രണ്ടിന് മോഡിക്ക് വലിയ നാണക്കേടായിരുന്നു. അതുകൊണ്ടാണ് മതിൽ കെട്ടി മറച്ചത്. അതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി. എന്നാൽ കേരള സ്റ്റോറി യഥാർത്ഥത്തിൽ എന്താണ്? കേരളത്തിൽ വീടില്ലാത്ത 4 ലക്ഷത്തിൽ പരം വരുന്ന മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് കേരള സ്റ്റോറി. ഒരു ദുരന്തത്തിൻ്റെ നിമിഷത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അതിനകത്ത് നല്ല വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിൻ്റെ പേരാണ് കേരള സ്റ്റോറി. അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ മുഖത്തെ തെളിച്ചത്തിൻ്റെയും പേരാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. നോർത്ത് ഇന്ത്യയിലെ വലിയ കെട്ടിപ്പൊക്കിയ ട്രംപിൻ്റെ വരവിൻ്റെ സമയത്ത് കെട്ടിപ്പൊക്കിയ മതിലുകളല്ല യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് എന്ന് കള്ളക്കഥകൾ നിർമ്മിക്കുന്നവർ ഓർക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി എന്നത് കേരള സ്റ്റോറി 3 ആണെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം കേരള സ്റ്റോറി 1 ഇറങ്ങിയത് ഒരു സിനിമയായിട്ടല്ല, നോവലായിട്ടാണ്. അത് എഴുതിയ ആളുടെ പേര് വിനായക് ദാമോദർ സവർക്കർ എന്നായിരുന്നു. മോപ്ല എന്നാണ് ആ നോവലിന് സാധാരണ പറയുന്ന പേര്. മലബാർ കലാപം എന്നാൽ മുസ്ലിം ഉമ്മമാർ കുട്ടികളുടെ കയ്യിൽ തീപ്പന്തവുമായി പോയി ഹിന്ദുക്കളെ കൊല്ലൂ എന്ന് പറഞ്ഞ് യാത്രയാക്കുന്ന രംഗം എഴുതി വെച്ച മനുഷ്യനായിരുന്നു സവർക്കർ. ആദ്യത്തെ സിനിമാ സ്ക്രിപ്റ്റ് എഴുതിയത് അയാളാണ്. അതിൻ്റെ 2ാം സിനിമാ സ്ക്രിപ്റ്റാണ് സുദീപ്തോ സെൻ സംവിധാനം ചെയ്തത്. ഇപ്പോൾ ഈ കാമാഖ്യ നാരായൺ ദാസോ എന്തോ ഒരു കക്ഷി സംവിധാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു 3ാം ഭാഗമാണ്. അതായത് യഥാർത്ഥ കേരളത്തിൻ്റെ ചിത്രം പൂർണ്ണമായും അടച്ചുവെച്ച് അതിനെ മറച്ചുവെച്ച് അതിന് പുറത്ത് ഇല്ലാത്ത ഒരു കേരളത്തിൻ്റെ ഒരു ഇമാജിൻഡ് കേരളം നിർമ്മിച്ച് നോർത്ത് ഇന്ത്യയിൽ അവതരിപ്പിക്കുക, അങ്ങനെ ഒരു ഭീതി പരത്തുക. മലയാളി എന്നത് അങ്ങേയറ്റത്തെ ന്യൂനപക്ഷ വർഗീയതയുടെ പിടിയിലാണ് എന്നും കേരളം എന്നത് മുസ്ലിം ഭീകരരുടെ നാടാണ് എന്നും ചിത്രീകരിക്കുക. അതുവഴി നോർത്ത് ഇന്ത്യയിൽ എങ്ങനെ കൂടുതൽ വോട്ട് വാരാം എന്നാലോചിക്കുക. ഇത്തരത്തിൽ കുളത്തിൽ വിഷം കലക്കി മീൻ പിടിക്കാനുള്ള പണിയല്ലാതെ വേറെ യാതൊന്നും അറിയാത്ത ഒരു സംഘടനയുടെ പേരാണ് BJP. ഇന്ന് കേരളത്തിലെ ഇലക്ഷൻ മുന്നിൽ വരുമ്പോൾ
എന്ത് മുഖം വെച്ചാണ് ജനങ്ങളെ ഇവർ അഭിമുഖീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് ഇത്തരത്തിലുള്ള സിനിമകളെ ന്യായീകരിക്കുന്നവർ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത്? മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ, കലാസൃഷ്ടി എന്ന രീതിയിൽ ഇത്തരം അശ്ലീലങ്ങൾ പടച്ചു വയ്ക്കുകയും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണെന്ന് അഭിനയിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ BJP-ക്കാർ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, BJP-ക്ക് കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള അർഹതയുണ്ടോ? ജനങ്ങൾ അവസാനം ജയിപ്പിച്ചു കൊടുത്ത ഒരു MP തൃശ്ശൂരുണ്ട്. അദ്ദേഹം എല്ലാ പഞ്ചായത്തിലും 2 എയിംസ് കൊണ്ടുവരുമെന്നുള്ള മട്ടിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് തന്ത്രിയാവണം, ബ്രാഹ്മണനാവണം എന്ന മോഹങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റ് ആവണമെന്നോ അങ്ങനെ എന്തോ ആണ്. ഇങ്ങനെയുള്ള മോഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ലാതെ കേരള ജനതയെക്കുറിച്ചോ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ കൃത്യമായ 4 വാചകം പറയാൻ പോലും അറിയാത്തവരാണ് BJP നേതാക്കൾ. എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ ഇവർക്ക് വോട്ട് ചോദിച്ച് ചെല്ലാനുള്ള അർഹത എന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ്.